ആ ഒരു പ്രോ ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് കോച്ചാട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഫ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, ഇന്ന് ആരൊക്കെ ചോദിച്ചായിരുന്നു, എന്തെങ്കിലും ചെറിയൊരു പ്രോ ടിപ്സ് ഞങ്ങൾ ഈ റെഫറൻസ് ട്രേഡ് മാത്രമല്ലാതെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ ഒരു പ്രോ ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സി പീരീഡിൽ നിങ്ങൾ റെഫറൻസ് ട്രേഡിൽ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതായത് സി പീരീഡിൽ 10:15 10:45 സമയത്ത് മാർക്കറ്റിൽ നിങ്ങൾ ബുള്ളിഷ് റെഫറൻസിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയോ ബെയറിഷ് റെഫറൻസിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ സി പീരീഡ് ആണെങ്കിൽ ആ ട്രേഡിനെ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. കാരണം 10:15 10:45 വരുന്ന സമയത്തിനെ ദോക്ക പീരീഡ് എന്നാണ് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് വിളിക്കുന്നത്. അതായത് ചീറ്റിംഗ്. ആ പീരീഡ് നമ്മൾ എന്ത് ചെയ്യും? ചീറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് 10:15 10:45 സമയത്ത് വരുന്ന മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ്സ് റെഫറൻസ് ട്രേഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ന് നോക്കിയാൽ നമ്മൾ നിഫ്റ്റി 10:15 നമ്മളെ ബ്രേക്ക് വന്നിരിക്കുന്നത് 10:35. ആ ബ്രേക്ക് 10:45 ബ്രേക്ക് വന്നു. സോ ആ ബ്രേക്ക് വന്ന ക്യാൻഡിലിന് മുകളിലാണ് നമ്മൾ ട്രേഡ് എടുത്തതെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ബുള്ളിഷ് റെഫറൻസിന്റെ ട്രേഡ് ഇന്ന് ആക്റ്റീവ് ആവൂലായിരുന്നു വിചാരിക്കാം. പക്ഷേ നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് ഇന്ന് കാലത്തെ കട്ട് ചെയ്തു. അത് ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു. അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് വന്നിരിക്കുന്നത് 10 മണിക്ക് 10:15 10:45 സമയത്താണ്. ഈ സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്തെങ്കിൽ 10:45 വന്ന ഈ ഒരു ഹൈക്ക് മുകളിൽ എൻട്രി എടുത്തെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് ആയിരിക്കും സത്യം പറഞ്ഞാൽ വാലിഡ് ആയിരുന്നത്. അതേപോലെ മിഡ് ക്യാപ്പിൽ ഇന്ന് ട്രേഡ് എൻട്രി വന്നിരിക്കുന്നത് ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത് 10:15 10:45 സമയത്താണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ നിഫ്റ്റിയിൽ മാത്രമേ ഉള്ളൂ ഒരു ബ്രേക്ക് ഔട്ട് വന്നത്. മോർണിംഗിൽ എത്ര മിനിറ്റാ? 10:15 വന്നു. പക്ഷെ അത് മാത്രമേ ടാർഗറ്റ് കിട്ടിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, സാറേ നിഫ്റ്റിയിൽ ടാർഗറ്റ് കിട്ടി, അപ്പൊ സാറ് ബാങ്ക് നിഫ്റ്റിക്ക് മിഡ് ക്യാപ്പും കിട്ടിയോണ്ട് ഈ റൂള്, ഞാൻ ഈ റൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് 10:15 10:45 സമയത്ത് ട്രേഡ് ഞാൻ എൻട്രി എടുക്കാറില്ല. ഫ്രഷ് ട്രേഡ് എൻട്രി എടുക്കാറില്ല. പകരം ട്രേഡ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ 10:15 10:45 സമയത്ത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇതൊരു പ്രോ ടിപ്പായിട്ട് കരുതി റെഫറൻസ് ട്രേഡ് 10:15 10:45 സമയത്ത് ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി അവോയ്ഡ് ഇറ്റ്. നമുക്ക് ആ ഒരു റിസ്ക് ഒഴിവാക്കാം. സോ ഇന്ന് നിഫ്റ്റിയിൽ മാത്രമേ ഒരു ലെവൽ ട്രേഡിംഗ് പ്രകാരം ഒരു ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പ് നിഫ്റ്റിയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ ദിവസവും കൂടെ ആയിരുന്നു. മാർക്കറ്റ് ഇന്നലത്തെ POCയുടെ ഭാഗത്ത് കിടന്ന് പാമ്പഴയും പോലെ എഴഞ്ഞൊരു ദിവസമായിരുന്നു. നാളെ റിസർവ് ബാങ്ക് മാർക്കറ്റിൽ 10 മണിക്ക് എത്തും. ഇപ്പൊ MBC മീറ്റിന് ഇപ്പോഴത്തെ ഒരു റൂമർ വെച്ച് പറയുകയാണെങ്കിൽ 0.25 റേറ്റ് കട്ട് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണെന്ന് പറയുന്നത്. 0.25 റേറ്റ് കട്ട് ഇല്ല. RBI പറയണ ഇൻഫ്ലേഷൻ നമ്മുടെ കൺട്രോളിലായിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ GDP ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞ് RBI വേണമെങ്കിൽ ഒരു 0.25 മുകളിൽ ഒരു കട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ആൾറെഡി പറഞ്ഞ ഈ റൂമറുള്ള അല്ല, ഫ്രഷ് എന്തെങ്കിലും ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ വലിയൊരു കുതിപ്പിന് കാരണമാകും. അതുകൊണ്ടാണ് നിഫ്റ്റി റേഞ്ച് ഞാൻ 26,220 സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് 25,880 ഒരു റേഞ്ച് ഞാൻ നാളത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് പോവുക. ഇപ്പൊ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ചുരുക്കി പറഞ്ഞൊരു പക്ക ഒരു ബാലൻസ് അല്ലെങ്കിൽ ന്യൂട്രൽ ഡേ ആണ് മിഡ് ക്യാപ്പ്. രണ്ട് സൈഡിലും ബ്രേക്ക് വന്ന് ഒരു ന്യൂട്രൽ ഡേ സ്ട്രക്ചറിലാണ് മിഡ് ക്യാപ്പ് നിൽക്കുന്നത്. ഇന്നലത്തെ ബി പീരീഡിന്റെ സിംഗിൾ പ്രിന്റ് ഇന്നും ഒരു സ്ട്രോങ് സെല്ലിംഗ് ആയിട്ട് മിഡ് ക്യാപ്പിന്റെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയറിയാം, ഇന്നത്തെ ബി പീരീഡിന്റെ സിംഗിൾ പ്രിന്റ് ഇന്നും ഒരു സ്ട്രോങ് സെല്ലിംഗ് ആയിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരുന്നു. ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് സി സൈഡിൽ ഒരു എക്സെപ്ഷൻ താഴേക്ക് ഇറങ്ങി ഫെയിൽഡ് ഓപ്ഷൻ കൺഫേം ആയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ ഡേ ആണ്. POS നിൽക്കുന്നത് 13,922 ഭാഗത്താണ് POS നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് POS മാറ്റി വരയ്ക്കാം. 13,922 ഭാഗത്തേക്ക് POS കൊണ്ടുവന്നു. എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് സെയിം ആണ്. 13,820 താഴെ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 13,773, 13,725, 13,670. ഇനി ഞാൻ ബുള്ളിഷ് റെഫറൻസിന് ഒന്ന് കട്ട് ചെയ്തു. 13,970 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. 13,970 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടം വരെ പോകാം? 14,013 വരെ പോവാം. ഈ ഫസ്റ്റ് ടാർഗറ്റിനെ ഞാനൊന്ന് മാറ്റി 14,013 ഭാഗത്തേക്ക് ഞാനൊന്ന് കൊണ്ടുവന്നു. ഇനി അടുത്ത സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,056 ഭാഗത്തേക്ക് കൊണ്ടുപോകാം. 14,056 14,056 ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അതിന് മുകളിൽ തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,000
14,100 ഭാഗത്തേക്ക്. എത്രയാണ്? 14,100. തേർഡ് ടാർഗറ്റ് നമ്മൾ 14,100 ഭാഗത്തേക്കാണ്. സോ അപ്സൈഡ് ടാർഗറ്റിന് മാത്രമേ ഒരു ചേഞ്ചസ് ഉള്ളൂ. ലോവർ സൈഡ് ടാർഗറ്റ് സെയിം ആണ്. സോ സി പീരീഡിൽ ഞാൻ പറഞ്ഞ പ്രോ ടിപ്പ് കൃത്യമായി ഫോളോ ചെയ്യുക. സി പീരീഡിൽ ട്രേഡ് എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ചെറുക്കൻ. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫെയിൽഡ് ഓപ്ഷൻ ഇന്നും രണ്ട് സൈഡിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആശാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ ആണ്. രണ്ട് സൈഡിലും ബ്രേക്ക് ചെയ്ത് പി ഒ സിയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്തു. 59,299 പി ഒ സി. 59,299 ഭാഗത്തേക്ക് പി ഒ സി ഒന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റഫറൻസ് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ബുള്ളിഷ് റഫറൻസ് ഇനി നോക്കുകയാണെങ്കിൽ 59,598 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. 59,598 മുകളിൽ മാത്രം ബൈയെ കുറിച്ച് ചിന്തിക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 59,710. എത്രയാണ്? 59,710. 59,710 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 59,850 ഭാഗത്തേക്ക്. 59,850. 59,850 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് നമ്മളെ ബിഗ് റൗണ്ട് നമ്പർ ആയ 60,000 ഭാഗത്തേക്ക്. എത്രയാണ്? 60,000 ഭാഗത്തേക്കും വരാം. ഇതാണ് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു അപ്പർ സൈഡ് റെഫറൻസ്. ബെയറിഷ് റെഫറൻസ് സെയിം ആണ്. 58,920 താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് എടുക്കുകയുള്ളൂ. 58,800, 58,645, 58,500 എന്ന് പറഞ്ഞ സെയിം റെഫറൻസ് ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുന്നത്. സോ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രീം ഡേയ്സ് ഒക്കെ തരുന്നത് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ബി എ ബിഗ് മൂവ് അൺവൈൻഡ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് നാളെ RBI ആയതുകൊണ്ട് വേണമെങ്കിൽ മാർക്കറ്റ് അത് കൃത്യമായിട്ട് RBI ഈവന്റിൽ എടുത്ത് വേണമെങ്കിൽ ബാങ്ക് മാർക്കറ്റ് എന്ത് ചെയ്യാം, ആ ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കണം നിഫ്റ്റി. സോ നിഫ്റ്റി ഇന്നൊരു റെഫറൻസ് ടാർഗറ്റ് പ്രകാരം ഫസ്റ്റ് ടാർഗറ്റ് തന്ന ദിവസമാണ്. നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ വിത്ത് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. പി ഒ സി വന്നേക്കുന്ന 26,024 ഭാഗത്തേക്ക് പി ഒ സി ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. 26,024 ഭാഗത്തേക്ക് ഞാനൊന്ന് പി ഒ സി ഷിഫ്റ്റ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ എന്താണ് ഈ ഒരു ഇനി ലെവൽസ് ഒന്ന് മാറ്റാം ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം ബുള്ളിഷ് റെഫറൻസ് ഞാൻ മാറ്റി. ബുള്ളിഷ് റെഫറൻസ് 26,100 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. 26,100 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 26,144 ഭാഗത്തേക്ക്, 26,144 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 26,190 ഈ പി ഒ സി 26,190 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 26,230 അല്ല 250 ഭാഗത്തേക്ക്. തേർഡ് ടാർഗറ്റിലാണ് 26,226,000 R3 എന്ന് പറയുന്നത് 26,000 R3 26,250 26,250 26,250 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും ഡൗൺവേർഡ് ലെവല്. 25,900 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 25,855, 25,799, 25,745 എന്ന ലെവല് കൃത്യമായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ് ആവും. സോ നാളെ RBI ആണ്. കാലത്ത് 10 മണി വരെ ട്രേഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. RBI വന്ന് ആ ഒരു അരമണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം നാളത്തെ RBI ഡേ ഈവന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് വന്നിരുന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ട് പണി വാങ്ങിച്ച് പിടിക്കേണ്ടി വരും. സോ കൃത്യമായിട്ട് ലെവൽ ഫോക്കസ് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സി പീരീഡിൽ വരുന്ന ബ്രേക്ക്ഔട്ട്, ബുള്ളിഷ് റെഫറൻസ് വരുന്ന ബ്രേക്ക്ഔട്ട്സ്, ബെയറിഷ് റെഫറൻസ് വരുന്ന ബ്രേക്ക്ഔട്ട്സിനെ അവോയ്ഡ് ചെയ്യുക. ദിസ് ഈസ് മൈ പ്രോ ടിപ്പ് ഫോർ യു ഗൈസ്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ മെന്ററിങ് ബാച്ചിൽ ഞാൻ ആകെപ്പാടെ മാക്സിമം ഒരു 40 തൊട്ട് 50 സീറ്റ് വരെ എടുക്കുന്നുള്ളൂ. ഓൾറെഡി 20 സീറ്റിന് മുകളിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സീറ്റിന് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അവർക്ക് വ്യക്തമായ ഒരു പ്രൊഫഷണൽ രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു, എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, ഏതൊക്കെ പ്രൊഫഷണൽ രീതിയിൽ ട്രേഡ് ചെയ്യുന്നു, പ്രോപ്പ് ട്രേഡിങ് എങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ആ രീതിയിലേക്ക് നമ്മൾ മെന്ററിങ് ബാച്ചിനെയും ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവരെയും സെറ്റ് ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളെ ആ രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ചാനൽ ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ ലൈക്ക് കുറവാണ്, കമൻറ്റ് ചെയ്യണം, കമൻറ്റും കുറവാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ഷെയറും വളരെ കുറവാണ്. പിന്നെ എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി day for all of my trading.